المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഷിർക്കിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അതിനെ രണ്ടായി വേർതിരിക്കാം എന്ന് ഇമാം അവറുകൾ പറഞ്ഞു. ഒന്ന്, സൃഷ്ടികളെ സൃഷ്ടാവിനോട് തുല്യപ്പെടുത്തലാണ്. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസിൽ സംസാരിച്ചത്. രണ്ടാമത്തേത്, സൃഷ്ടികൾ സ്വയം അള്ളാഹുവിനോട് സാദൃശ്യമാകലാണ്. സാദൃശ്യമാകാൻ അതിനു വേണ്ടിയിട്ടുള്ള പണികളെടുക്കലാണ്. ഷേഖ് അവറുകൾ ഇപ്രകാരമാണ് അതിന് വിശദീകരിക്കുന്നത്. വ അമ്മാ ഫി ജാനിബി തശബ്ബുഹി ബി, സൃഷ്ടാവിനോട് സ്വയം സാദൃശ്യമാവുക എന്ന ഹൈസിയത്തിൽ, എന്ന രീതിയിൽ ഷിർക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഫമൻ തആദമ വതകബ്ബറ, ഒരാൾ സ്വന്തം മഹത്വം നടിക്കുകയാണ്. മഹത്വമുടയവൻ അള്ളാഹുവാണ്, എന്നാൽ ഒരാൾ സ്വയം മഹത്വം നടിക്കുകയാണ്. വതകബ്ബറ, അല്ലെങ്കിൽ സ്വയം അഹങ്കരിക്കുന്നു. വദഅന്നാസ, എന്ന് മാത്രമല്ല അവൻ ജനങ്ങളെ വിളിക്കുകയാണ്, പ്രബോധനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇലാ ഇത്റാഇഹി ഫിൽ മദ്ഹി, തൻ്റെ മദ്ഹ് പറയുന്നതിൽ അതിര് കവയാൻ വേണ്ടിയിട്ട്. തന്നെക്കുറിച്ച് ആളുകൾ പ്രശംസിക്കുകയും മദ്ഹ് പറയുകയും വേണം. അതിൽ അതിര് കവിഞ്ഞ നിലയിൽ തന്നെ പ്രശംസിക്കാൻ ആളുകളെ ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ വത്തഅദീമി വൽ ഖുദൂഇ വറജാഇ, തന്നെ ബഹുമാനിക്കാനും തനിക്ക് കീഴ്പ്പെടാനും വിനയം കാണിക്കാനും തന്നോട് പ്രതീക്ഷ വെച്ച് പുലർത്താനും വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? ക്ഷണിക്കുകയാണ്. അതേപോലെ വതഅലീഖിൽ ഖൽബി ബിഹി ഖൗഫൻ വറജാഅൻ വൽതിജാഅൻ വസ്തിആന, ജനങ്ങൾ അവരുടെ ഹൃദയത്തെ ഇവനുമായിട്ട് ബന്ധിപ്പിക്കണം. അവനോടുള്ള പേടിയാൽ, പ്രതീക്ഷയാൽ, അവനിൽ അഭയം തേടിക്കൊണ്ട്, അവനോട് സഹായം തേടിക്കൊണ്ട്, ഇങ്ങനെയെല്ലാം ജനങ്ങളെ പ്രബോധനം ചെയ്യുകയും ചെയ്താൽ ഫഖദ് തശബ്ബഹ ബില്ലാഹ്, അവൻ
അള്ളാഹുവിനോട് സാദൃശ്യമാകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചവനാണ്. അവൻ അള്ളാഹുവിനെ പോലെ ആകാൻ ശ്രമിക്കുകയാണ്. വനാസഅഹു ഫീ റുബൂബിയ്യതിഹി വ ഇലാഹിയ്യതി, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലും ഇലാഹിയ്യത്തിലും അവൻ അള്ളാഹുവിനോട് മത്സരിക്കുകയാണ്, അള്ളാഹുവിനോട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഉടമസ്ഥത അള്ളാഹുവിനാണ്. അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പ്രത്യേകക്കാരനാണ്. എന്നാൽ ആ കാര്യങ്ങൾ സ്വയം അണിയാൻ ശ്രമിക്കുന്നതിലൂടെ, ആ കാര്യങ്ങൾ സ്വയം അവനുണ്ട് എന്ന് അവൻ അഹങ്കരിക്കുന്നതിലൂടെ അവൻ അള്ളാഹുവിനോട് സദൃശ്യമാകാൻ ശ്രമിക്കുകയാണ്, അള്ളാഹുവിനോട് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വഹുവ ഹഖീഖുൻ അൻ യുഹീനഹു ഗായത്തൽ ഹവാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം നിന്ദ്യമാക്കാൻ അർഹതപ്പെട്ടവനാണവൻ. ഇങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ നിന്ദ്യനാക്കാൻ ഏറ്റവും അർഹപ്പെട്ടവൻ അവനാണ്. വയുദില്ലഹു ഗായത്തദ്ദുൽ, അങ്ങേയറ്റത്തെ നീചനാക്കി അള്ളാഹു അവനെ മാറ്റാൻ അർഹതപ്പെട്ടവനാണവൻ. വയജ്അലഹു തഹത അഖ്ദാമി ഖൽഖി, മാത്രമല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കാലിനടിയിൽ ചവിട്ടി മെതിക്കാൻ പാകത്തിന് അതിന് അർഹതപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അവർ. അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ അതിനെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു വാക്യത്തെ ഐ ഷാറക്കല്ലാഹ ഫി അദമതിഹി വ കിബ്രിയായി, ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത് മുഖേന അള്ളാഹുവിന്റെ മഹത്വത്തിനും അള്ളാഹുവിന്റെ ഔന്നത്യത്തിനോടും ഇവൻ എന്ത് ചെയ്യുകയാണ്? പങ്കുചേരാൻ ശ്രമിക്കുകയാണ്. ഫഹാദ ഷിർക്കുൻ, അത് യഥാർത്ഥത്തിൽ ഷിർക്കാണ്. അതുകൊണ്ടാണ് വലിദാലിക യുഹ്ശറുൽ മുതകബ്ബിറൂൻ, അഹങ്കരിക്കുന്നതായ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. എപ്രകാരമാണ്? അംസാല ദർരി, ചെറിയ ഉറുമ്പുകളെ പോലെ. യത്അഹുമുന്നാസ്, ജനങ്ങൾ എന്ത് ചെയ്യും? അവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് ജനങ്ങൾ നടന്നു നീങ്ങും. ലിഅന്നഹും തകബ്ബറൂ ഫിദ് ദുനിയ, അവരെന്താണ് ചെയ്തത്? ദുനിയാവിൽ അഹങ്കരിച്ചവരാണ്. വതആവമു, മഹത്വം നടിച്ചവരാണ്. ഫഅഹാനഹുമുല്ലാഹു സുബ്ഹാനഹു വതആല വഹശറഹും അലാ അംസാലിദ് ദുരി വൽ ഇയാദു ബില്ലാഹ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നിന്ദ്യമാക്കി കളഞ്ഞു. ജനങ്ങളുടെ കാൽപാദങ്ങളുടെ ചുവട്ടിൽ അവരുടെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കി. ഇത് കിബറിന്റെ ആത്യന്തികമായ അവസാനത്തെ പരിണിതിയായിരിക്കും എന്ന് ഷെയ്ഖ് അവറുകൾ വിശദീകരിക്കുകയാണ്. അപ്പോ കിബറിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. മഹത്വം നടിക്കാൻ മഹത്വമുടയവൻ അള്ളാഹു മാത്രമാണ്. അതിനോട് ആരെങ്കിലും മത്സരം കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നിന്ദ്യനാക്കി മാറ്റും. വഫി സ്വഹീഹി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അൽ അദമതു ഇസാരി, മഹത്വം എന്നുള്ളത് എന്റെ അരമുണ്ടാണ്. വൽ കിബ്രിയാഉ റിദാഇ, അഹന്ത നടിക്കുക എന്നുള്ളത് എന്റെ മേൽമുണ്ടാണ്. ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ അദ്ദബ്തു, ഇതിലേതെങ്കിലും ഒന്നിനോട് ആരെങ്കിലും എന്നോട് എതിരിടാൻ ശ്രമിച്ചാൽ, മത്സരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പ്രത്യേകമായിരിക്കുന്ന അവന്റെ റുബൂബിയ്യത്തിന്റെ അല്ലെങ്കിൽ ഉലൂഹിയ്യത്തിന്റെ ഗുണങ്ങൾ സ്വയം എടുത്തണിയാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും അപകടം നിറഞ്ഞതാണ്, അത് ശിർക്കുമാണ് എന്നാണ് ഷെയ്ഖ് അവറുകൾ വിശദീകരിക്കുന്നത്. എന്നിട്ട് അതിന് ചില ഉദാഹരണങ്ങൾ, അതിന്റെ ഗൗരവം വിശദീകരിക്കുന്നത് കാണാം. വഇദാ കാനൽ മുസവ്വിറു, ചിത്രം നിർമ്മിക്കുന്ന ഒരാൾ, ഫോട്ടോ ഉണ്ടാക്കുന്ന ഒരാൾ, അല്ലദി യസ്നഉ സൂറത ബിയദി, അവൻ അവന്റെ കരങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുകയാണ്, ഫോട്ടോ എടുക്കുകയാണ്. ഇങ്ങനെ ഫോട്ടോ ഉണ്ടാക്കുന്ന ആൾ മിൻ അഷദ്ദിൻ നാസി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ് ചിത്രം നിർമ്മിക്കുന്ന ആൾ, ഫോട്ടോ എടുക്കുന്നയാൾ. എന്താണ് അതിന് കാരണം? ലിതശബ്ബുഹിഹി ബില്ലാഹി ഫീ മുജറദി സൂറ,
അവൻ ഈ ചിത്രം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രം അള്ളാഹുവിനോട് സാമ്യനാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനെ പോലെ സൃഷ്ടിപ്പ് നടത്താൻ എന്ത് ചെയ്യുന്നു? അവൻ ശ്രമിക്കുന്നു. ജീവൻ കൊടുക്കണമെന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു? ആ ചിത്രം മാത്രം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പോലെ ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കുക, ഇത് മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷക്ക് അർഹനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫമദ്ദന്നു ബിത്തശബ്ബുഹി ബില്ലാഹി ഫിർ റുബൂബിയ്യത്തി വൽ ഇലാഹിയ്യ. അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലും അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്തിലും അള്ളാഹുവിനോട് സാമ്യമാകാൻ ശ്രമിക്കുന്ന, അള്ളാഹുവിനോട് സദൃശ്യമാവാൻ ശ്രമിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ധാരണ എന്ന് ശൈഖ് അവറുകൾ ചോദിക്കുകയാണ്. ഒരു ചിത്രം നിർമ്മിക്കുന്നത് തന്നെ അള്ളാഹുവിനോട് സാദൃശ്യമാകാൻ അവൻ ശ്രമിക്കലാണ്. അത് മുഖേന കഠിനമായ ശിക്ഷ അവന് ലഭിക്കപ്പെടും. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ. ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ നേരിടേണ്ടവർ മുസവ്വിരീങ്ങളാണ്, ചിത്രമുണ്ടാക്കുന്ന ആളുകളാണ്, ഫോട്ടോ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുഖാലു ലഹും, അവരോട് പറയപ്പെടും, അഹ്യു മാ ഖലഖ്തും, നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങളുടെ ചിത്രങ്ങൾക്ക് നിങ്ങൾ ജീവൻ കൊടുക്കൂ എന്ന് അവരോട് പറയപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. വഫി സ്വഹീഹൈനി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, വീണ്ടും മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ, ഒരാളേക്കാൾ അക്രമിയായവൻ വേറാണുള്ളത്. എന്താണ് അവൻ ചെയ്തത്? ദഹബ യഖ്ലുഖു ഖൽഖൻ കഖൽഖി, എന്റെ സൃഷ്ടിപ്പിനെ പോലെ സൃഷ്ടിപ്പ് നടത്താൻ അവൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഫൽയഖ്ലുഖു ദർറ, അതുകൊണ്ട് അവൻ ഒരു ഏറ്റവും ചെറിയ ഒരു ഉറുമ്പിനെയെങ്കിലും അവൻ നിർമ്മിക്കട്ടെ, അവൻ ഉണ്ടാക്കട്ടെ. ഫൽയഖ്ലുഖു ഷൈറ, അല്ലെങ്കിൽ ഒരു ഗോതമ്പിന്റെ മണിയെങ്കിലും, അവർ ഒരു ധാന്യമെങ്കിലും അവർക്ക് കഴിയുമെങ്കിൽ അവരവർ സൃഷ്ടിക്കട്ടെ എന്ന് അല്ലാഹു പറയുകയാണ്. ഫനബ്ബഹ ബിദ്ദർറതി വശൈറ അലാ മാ ഹുവ അഅ്ദമു മിൻഹാ വഅക്ബർ. ഇവിടെ ഒരു ചെറിയ ഉറുമ്പിനെ സൃഷ്ടിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു മണി ധാന്യത്തെ സൃഷ്ടിക്കാൻ പറഞ്ഞ, അത് മുഖേന അതിനേക്കാൾ ഗുരുതരമായ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനോടും ഉലൂഹിയ്യത്തിനോടും സദൃശ്യമാകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഏറ്റവും ചെറിയ സൃഷ്ടികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. അപ്പോ വളരെ അധികം ഗൗരവം ചെലുത്തേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സവിശേഷതകൾ, ഗുണങ്ങൾ, സിഫാത്തുകൾ, ഉലൂഹിയ്യത്തിന്റെ, റുബൂബിയ്യത്തിന്റെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാഅകൾ, സിഫാത്തുകൾ, ഇതിനോട് മാത്സര്യം കാണിക്കുക, ഇത് ഏതെങ്കിലും സൃഷ്ടികൾക്ക് ചാർത്തി കൊടുക്കുക, അല്ലെങ്കിൽ സ്വയം അതെടുത്തെണിയാൻ ശ്രമിക്കുക, ഇത് രണ്ടും അപകടം പിടിച്ച കാര്യമാണ്. ചിത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നത് കാണാം, ഫഹും യുഹാവിലൂന അൻ യതശബ്ബഹു ബില്ലാഹി ജല്ല വഅല ഫി ഖൽഖി. ചിത്രമുണ്ടാക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽ അവനോട് സദൃശ്യമാകാൻ ശ്രമിക്കുന്നവരാണ്. വയുത്ബിഊന അൻഫുസഹും ഫീ ഷൈഇൻ ലൈസ വറാഅഹു ത്വാഇൽ. അവർ അവരുടെ നഫ്സുകളെ ക്ഷീണിപ്പിക്കുകയാണ്. അവർ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് ധാരാളം സമയം കൊടുത്ത് ധാരാളം ദിവസങ്ങൾ തന്നെ ചെലവഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചില ചിത്രങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. എന്നാൽ ലൈസ വറാഅഹു ത്വാഇലുൻ, അതിന്റെ പിന്നിൽ യാതൊരു ശ്രേഷ്ഠതയുമില്ലാത്ത കാര്യമാണ്. അതിനുവേണ്ടി ധാരാളം സമയം കളയുന്നു. എന്നാൽ വൽ ഫിത്നതു ഫിസ്സുവരി അൽആൻ ഫിത്നത്തുൻ അദീമ, ഈ കാലഘട്ടത്തിൽ ചിത്രമുണ്ടാക്കുന്നതിന്റെ, ഫോട്ടോകൾ നിർമ്മിക്കുന്നതിന്റെ അപകടം, അതിന്റെ നാശം വളരെ ഗുരുതരമായ നാശമാണ്. വമൻ യറാ ഇഫ്തിദാന الناس الآن بالصفر يعرف كيد الشيطان. ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ ഫോട്ടോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫിത്നയെ സംബന്ധിച്ച് ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഷൈത്വാനിന്റെ കിണി, അവന്റെ കുതന്ത്രത്തെ അവൻ തിരിച്ചറിയുമായിരുന്നു. ഫഖദ് സയ്യനഹാ ലഹും, ഷൈത്വാൻ അവർക്ക് ഇത് അലങ്കൃതമാക്കി തോന്നിച്ചിരിക്കുകയാണ് ഫോട്ടോ നിർമ്മാണം എന്നുള്ളത്. വഹസ്സഹും അലൈഹ, ഷൈത്വാൻ അവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഅസ്ബഹു യദഊന സുവറ അലാ കുല്ലി ഷൈഇൻ,
എല്ലാ കാര്യങ്ങളുടെയും ചിത്രം നിർമ്മിക്കലാണ് മനുഷ്യരുടെ പരിപാടി. എന്ത് കണ്ടാലും എന്ത് ചെയ്യുക, ഉടനെ അതിന്റെ ചിത്രങ്ങൾ എടുക്കുക. അവരുടെ ഉദ്ദേശം ഏതെങ്കിലും യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇബാദാത്തുകൾ ചെയ്യുകയാണ്. ധാരാളം സമ്പത്തുകൾ ചെലവഴിക്കുന്ന ഇബാദാത്തുകൾക്കാണെങ്കിലും അതെല്ലാം എന്ത് ചെയ്യുക, ഇങ്ങനെ ചിത്രത്തിൽ പകർത്തുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലെ മനസ്ഥിതി. കാരണം ഷൈത്വാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഷൈത്വാൻ അവർക്ക് ഇതൊരു അലങ്കൃതമായി നല്ല കാര്യമായിട്ട് തോന്നിപ്പിക്കുകയാണ്. കാരണം ഷൈത്വാന് നല്ല രീതിയിൽ അറിയാം ഇത് അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ കോപം വരുത്തി വെക്കുന്ന, ശിക്ഷ നേടിക്കൊടുക്കുന്ന വളരെ ഗുരുതരമായ കാര്യമാണെന്ന് ആർക്കറിയാം? ഷൈത്വാൻ അറിയാം. അതുകൊണ്ട് ഷൈത്വാൻ എടുപ്പിക്കുന്ന പണിയാണിത് എന്ന് അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ അതിനെ വിശദീകരിക്കുകയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഇവിടെ ഇതിനെ കൊണ്ടുവന്നത് ഒരാൾ ചിത്രനിർമ്മാണത്തിലൂടെ വരെയും അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകും. എന്ത് കാരണത്താൽ? അവൻ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം കാണിക്കുന്നു എന്നുള്ള കാരണത്താൽ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ള കാരണത്താൽ. അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ മഹത്തായ റുബൂബിയ്യത്തിന്റെയും ഉലൂഹിയ്യത്തിന്റെയും സിഫാത്തുകൾ അതിനെ സ്വയം എടുത്തണിയാൻ ശ്രമിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്നാണ് ഷെയ്ഖ് അവറുകൾ ചോദിക്കുന്നത്. വൽ മഖ്സൂദ്, ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം അന്ന ഹാദാ ഹാലു മൻ തശബ്ബഹ ബിഹി ഫീ സ്വനഅതി സൂറ, ഈ പറയപ്പെട്ടത് ഒരാൾ ഒരു ചിത്രം നിർമ്മിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനോട് സാദൃശ്യമാകാൻ ശ്രമിക്കുന്നതിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അവനാണ് കഠിനമായ ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞത്. ഫകൈഫ ഹാലു മൻ തശബ്ബഹ ബിഹി ഫീ ഖവാസി റുബൂബിയ്യതിഹി വ ഇലാഹിയ്യതിഹി, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ ഉലൂഹിയ്യത്തിന്റെ പ്രത്യേകതകൾ സ്വയം എടുത്തണിയാൻ, അതിനോട് സദൃശ്യമാകാൻ പരിശ്രമിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? വകദാലിക, അതേപോലെ തന്നെ മൻ തശബ്ബഹ ബിഹി ഫിൽ ഇസ്മി, അള്ളാഹുവിന്റെ നാമങ്ങളോട് സദൃശ്യമാകാൻ ശ്രമിക്കുന്നവർ, അല്ലദീ ലാ യംബഗി ഇല്ലാ ലില്ലാഹി വഹദ, അങ്ങനെയുള്ള നാമങ്ങൾ അള്ളാഹുവിന് മാത്രം ചേർന്നതാണ്, അള്ളാഹുവിനല്ലാതെ ഒരു സൃഷ്ടികൾക്കും ചേർന്നതല്ലാത്ത നാമങ്ങൾ സ്വയം ഇടുന്നതായ ആളുകളുണ്ട്. ഏതുപോലെ കമലിക്കിൽ മുലൂക്ക്, മലിക്കിൽ മുലൂക്ക് എന്ന് പേര് പറയുന്നത് പോലെ രാജാക്കന്മാരുടെ രാജാവ്, വഹാകിമിൽ ഹുക്കാം, ഭരണാധികാരികളുടെ ഭരണാധികാരി എന്നെല്ലാം പേരിടുന്നത് പോലെ, വനഹ്വി, ഇതുപോലുള്ളതായ പേരുകളും. പലപ്പോഴും ഇതിന് തത്തുല്യമായ പേരുകൾ നമ്മുടെ നാടുകളിൽ അറിവില്ലായ്മ മുഖേന ചില ആളുകൾ ഇടലുണ്ട്. ഏതുപോലെ വഖദ് സബത ഫി സ്വഹീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അന്നഹു ഖാൽ, നബി പറഞ്ഞു, ഇന്ന അഖ്നഅൽ അസ്മാഇ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട പാടില്ലാത്ത പേരുകൾ, റജുലുൻ യുസമ്മ ബിഷാഹാൻ ഷാ, ഒരു മനുഷ്യൻ പേരിടലാണ് ഷാഹാൻ ഷാ എന്ന്. ചില ആളുകളെല്ലാം ഷഹൻ ഷാ എന്നൊക്കെ പേരിടലുണ്ട്. ഇത് എന്താണ് അതിന്റെ അർത്ഥം? ഐ മലിക്കിൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ പേരിടുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ലാ മലിക ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു മലിക്കില്ല. വഫീ ലഫ്ളിൻ, വേറൊരു റിവായത്തിൽ കാണാം, അഗീദു റജുലിൻ അലല്ലാഹി റജുലുൻ യുസമ്മ ബിമലിക്കിൽ അംലാക്, മലിക്കിൽ അംലാക് എന്ന് പേരിട്ടിരിക്കുന്നതായ ഒരു മനുഷ്യൻ, അള്ളാഹു അവനോട് അതികഠിനമായി കോപിക്കുന്നു, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളവരാണ് അങ്ങനെയുള്ള മനുഷ്യർ പേരിടുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോ ഒരു പേരിന്റെ കാര്യത്തിൽ വരെയും അള്ളാഹുവിനോട് സദൃശ്യം പുലർത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഫഹാദാ മഖ്തുല്ലാഹി വഗദബുഹു അലാ മൻ തശബ്ബഹ ബിഹി ഫിൽ ഇസ്മി അല്ലദീ ലാ യംബഗി ഇല്ലാ ലഹു, അള്ളാഹുവിന് മാത്രം ചേർന്നിരിക്കുന്ന പേരുകളിൽ അവനോട് സദൃശ്യമാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. ഫഹുവ സുബ്ഹാനഹു മലിക്കുൽ മുലൂകി വഹദ, അവൻ പരിശുദ്ധനാണ്, അവനാണ് മലിക്കുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവ് അവൻ മാത്രമാണ്. വഹുവ ഹാകിമുൽ ഹുക്കാമി വഹദ, അവൻ മാത്രമാണ് ഭരണാധികാരികളുടെ ഭരണാധികാരി. ഹാകിമുൽ ഹുക്കാം എന്ന് പേര് പറയപ്പെടാൻ അവൻ മാത്രമേ അർഹനുള്ളൂ. ഫഹുവല്ലദീ യഹ്കുമു അലൽ ഹുക്കാമി കുല്ലിഹിം, സകല അധികാരികളുടെ മേലും വിധി നടപ്പിലാക്കുന്നവൻ അല്ലാഹുവാണ്. വയഖ്ദി അലൈഹിം കുല്ലിഹി, അവരുടെ മേലെല്ലാം വിധി തീർപ്പ് നടത്തുന്നവൻ അല്ലാഹു മാത്രമാണ്. ലാ ഗൈറു, അല്ലാഹു അല്ലാതെ മറ്റാർക്കും അതിന് സാധ്യമല്ല. അപ്പോ
അള്ളാഹുവിന്റെ സിഫാത്തുകൾ സ്വയം എടുത്തെണിയാൻ ശ്രമിച്ചാൽ, അങ്ങനെ അഹങ്കരിച്ചാൽ, മഹത്വം നടിച്ചാൽ അത് ഗുരുതരമായ പാപമാണ്, അത് ശിർക്ക് തന്നെയായി തീരും എന്നുള്ളതാണ് ശൈഖ് അവറുകൾ വിശദീകരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഇമാം അവറുകൾ വിശദീകരിക്കുകയാണ്. ഇദാ തബയ്യന ഹാദാ, ഈ പറയുന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ, ഫഹാഹുനാ അസ്ലുൻ അദീമുൻ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരടിസ്ഥാനമുണ്ട്. യക്ഷിഫു സിർറൽ മസ്അല, ഈ മസ്അലയുടെ രഹസ്യം അത് വെളിപ്പെടുത്തി തരും. എന്തുകൊണ്ടാണ് ഷിർക്ക് ഏറ്റവും കഠിനമായി തീരുന്നത്, എന്തുകൊണ്ടാണ് മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് തീരെ കൊടുക്കാതിരിക്കുന്നത്, നരകത്തിൽ കാലാകാലം അവർ അവശേഷിക്കാനുള്ള കാരണം എന്താണ് എന്നതിന്റെ രഹസ്യം ഇത് വെളിപ്പെടുത്തി തരും. എന്താണത്? വഹുവ അന്ന അഅ്ദമ ദുനൂബി ഇൻദല്ലാഹ് ഇസാഅത്തു ദ്വന്നി ബിഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം എന്ന് പറയുന്നത് അല്ലാഹുവിനെ കുറിച്ച് മോശം ചിന്ത വച്ചു പുലർത്തലാണ്. അല്ലാഹുവിനെ കുറിച്ച് മോശം ധാരണ വച്ചു പുലർത്തലാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ഗുരുതരമായ പാപം. കാരണം ഫഇന്നൽ മുസീഅ ബിഹി ദ്വന്ന, ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് തെറ്റായ ധാരണ വച്ചു പുലർത്തിയാൽ, അങ്ങനെ പുലർത്തുന്നവൻ ഖദ് ദ്വന്ന ബിഹി ഖിലാഫ കമാലിഹിൽ മുഖദ്ദസ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സമ്പൂർണങ്ങളായ അല്ലാഹുവിന്റെ വിശേഷണങ്ങളുണ്ട്, അതിന് വിരുദ്ധമായ നിലയിലാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലാഹുവിനെ തെറ്റായി ധരിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധിക്ക്, അല്ലാഹുവിന്റെ സമ്പൂർണതയ്ക്ക് വിരുദ്ധമായ കാര്യമാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, ധരിച്ചിരിക്കുന്നത്. ഒരാൾ അല്ലാഹു അല്ലാത്തവരോട് എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികൾക്ക് നേർച്ച അർപ്പിക്കുന്നു, ഖബറുകളിലേക്ക് നേർച്ച അർപ്പിക്കുന്നു, ഏതെങ്കിലും സൃഷ്ടികൾക്ക് അവരെ പേടിക്കുന്നു, അവരെ വന്ദിക്കുന്നതിനോടുകൂടെ അവരെ പേടിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. ഈ രീതിയിൽ ഇബാദാത്തുകൾ ഏതെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അർപ്പിച്ചാൽ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് എന്താണ്, അള്ളാഹുവിനെ തെറ്റായി മനസ്സിലാക്കി എന്നുള്ളതാണ്. ശൈഖ് അവറുകൾ വളരെ സുന്ദരമായി ഈ ഒരു തത്വം ധാരാളം ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. വവന്ന ബിഹി മാ യുനാഖിദു അസ്മാഅഹു വസിഫാതി, അത് മുഖേന അവൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സിഫാത്തുകളെ ഖണ്ഡിക്കുന്ന, അതിനെ മുറിച്ചു കളയുന്ന നിലയിലാണ് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. വലിഹാദ, അതുകൊണ്ട് തന്നെ തവഅദ അല്ലാഹു സുബ്ഹാനഹു അദ്ദാന്നീന ബിഹി വന്ന സൗ, അള്ളാഹുവിനെ കുറിച്ച് മോശം ധാരണ വച്ച് പുലർത്തുന്ന ആളുകൾക്ക് കഠിനമായ താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ബിമാ ലം യതവഅദ് ബിഹി ഗൈറഹു, മറ്റുള്ള പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാത്ത താക്കീദിനേക്കാൾ അതികഠിനമായ താക്കീത് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ആരെങ്കിലും മോശപ്പെട്ട ധാരണ വച്ച് പുലർത്തിയാൽ അവർക്ക് പരിശുദ്ധ ഖുർആനിൽ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ധാരാളം ആയത്തുകളിൽ കാണാൻ ശൈഖ് അവറുകൾ ചില ആയത്തുകൾ ഇവിടെ പറയുന്നുണ്ട്. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രികീന വൽ മുശ്രികാത്തി ളാന്നീന ബില്ലാഹി വന്ന സൗ, അല്ലാഹുവിനെ സംബന്ധിച്ച് മോശം ധാരണ വച്ച് പുലർത്തിയ, അതായത് മുനാഫിഖീങ്ങളിൽപ്പെട്ട ചില ആളുകൾ അല്ലാഹുവിന്റെ സഹായം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും ലഭിക്കുകയില്ല എന്ന് തെറ്റായി ധരിച്ചു. മുസ്ലിമീങ്ങളെ പാടെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. ചില യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ അവർ മുനാഫിഖീങ്ങൾ ധരിച്ചതാണ്. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് തെറ്റായി ധരിച്ച മുനാഫിഖീങ്ങളായ ആളുകൾക്ക്, മുനാഫിഖീങ്ങളിലെ സ്ത്രീകളായ ആളുകൾക്ക്, മുശ്രിക്കാത്തുകൾക്ക്, മുശ്രിക്കീങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, അലൈഹിം ദാഇറത്തു സൗ, അവരുടെ മേൽ തിന്മകൾ അവരെ വലയം ചെയ്തിരിക്കുകയാണ്. വഗദിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിച്ചിരിക്കുന്നു. വലഅനഹും, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നം, അള്ളാഹു അവർക്ക് നരകശിക്ഷ തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നു. വസഅത് മസീറ, അതെത്ര മോശപ്പെട്ട സങ്കേതമാണ്. അപ്പോ പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്തിരിക്കുകയാണ്. തിന്മകൾ അവരെ മുച്ചൂട് മൂടിയിരിക്കുകയാണ്.
അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ട്, ശാപമുണ്ട്, നരകം അള്ളാഹു അവർക്ക് തയ്യാർ ചെയ്തു വച്ചിരിക്കുകയാണ്. ആർക്കാണ്? അള്ളാഹുവിനെ കുറിച്ച് ആരെങ്കിലും തെറ്റായ ധാരണ വെച്ച് പുലർത്തിയാൽ. എങ്ങനെയാണ് തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നത് എന്ന് ശേഷം ഇമാം അവർ വിശദീകരിക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരു ആയത്തിൽ കാണാം, വലാകിൻ ظننتم وقال تعالى, അല്ലാഹു തആല പറഞ്ഞു, ലിമൻ അൻകറ സിഫതൻ മിൻ സിഫാതി, അല്ലാഹുവിന്റെ സിഫാത്തുകളിൽ നിന്ന് ഒരു സിഫത്തിനെ അല്ല, ഒരു സിഫത്തിന്റെ കുറച്ചു ഭാഗത്തെ മാത്രം നിഷേധിച്ച ആളുകൾക്ക്, അങ്ങനെ തെറ്റായി അള്ളാഹുവിനെ കുറിച്ച് ധാരണ വെച്ച് പുലർത്തിയ ആളുകൾക്ക് അള്ളാഹു താക്കീത് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, വലാകിൻ ظننتم, എന്നാൽ നിങ്ങൾ ധരിച്ചു, നിങ്ങൾ വിചാരിച്ചു, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന അധിക പ്രവർത്തികളും അള്ളാഹു അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണ. നിങ്ങൾ ചെയ്യുന്നതായ പാപകൃത്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ഇതിൽ അധികവും അള്ളാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണ്. അതായത് അള്ളാഹുവിന്റെ ഇൽമിനെ അവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പ്രവർത്തികളിൽ ധാരാളം പ്രവർത്തികൾ അവൻ അറിയുന്നില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? തെറ്റായി ധരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ തെറ്റായ ധാരണ വെച്ച് പുലർത്തിയ കാരണത്താൽ അള്ളാഹു പറയുകയാണ്, വദാലികും വന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും, ഇത് നിങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ച് നിങ്ങൾ പുലർത്തിയിരിക്കുന്ന വെറും ധാരണ മാത്രമാണ്, തെറ്റിദ്ധാരണ മാത്രമാണ്. അർദാകും, ഈ ധാരണ നിങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ്. ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ, അത് മുഖേന നിങ്ങൾ നഷ്ടക്കാരിൽ അകപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയും കഠിനമായ താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ആരെക്കുറിച്ച്? അള്ളാഹുവിനെ കുറിച്ച് തെറ്റായി ധരിക്കുന്ന ആളുകൾക്ക്. വീണ്ടും കാണാം, വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഹാകിയൻ അൻ ഖലീലിഹി ഇബ്രാഹീമ അന്നഹു ഖാല ലിഖൗമി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും തന്റെ സമൂഹത്തോടും പറയുന്നതായി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? മാദാ തഅബുദൂൻ, ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, എന്തിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? അഇഫ്കൻ ആലിഹതൻ ദൂനല്ലാഹി തുരീദൂൻ, അള്ളാഹുവിന് പുറമെ വ്യാജമായ നിലയിൽ ആലിഹത്തുകളെ, ആരാധ്യന്മാരെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? അള്ളാഹുവിന് പുറമെ വ്യാജന്മാരായ ആലിഹത്തുകൾക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയാണോ? ഫമാ വന്നുകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്? നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുകയാണ്. ഇമാം അവറുകൾ അതിനെ വിശദീകരിക്കുന്നു. അതായത് ഫമാ വന്നുകും അൻ യുജാസിയകും ബിഹി ഇദാ ലഖീതുമൂഹു വഖദ് അബദ്തും ഗൈറ, എന്താണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ആഖിറത്തിൽ അവനെ കണ്ടുമുട്ടുമ്പോൾ അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ധാരണ? നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് പകരം, അവനോട് ദുആ ചെയ്യുന്നതിന് പകരം, അവന് നേർച്ചകൾ അർപ്പിക്കുന്നതിന് പകരം, അവനെ പേടിക്കുന്നതിന് പകരം, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കുള്ളിൽ പ്രതീക്ഷകൾ അർപ്പിക്കുകയാണ്, അവരിൽ അഭയം തേടുകയാണ്, അവരോട് ഇസ്തിഗാസകൾ നടത്തുകയാണ്, അവരോട് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് മരണപ്പെട്ട് ചെന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നാണോ നിങ്ങളുടെ ധാരണ? അതാണ് ഇബ്രാഹിം നബി ചോദിച്ചത്. വമാ വനൻതും ബിഹി ഹീന അബദ്തും മഅഹു ഗൈറ, അള്ളാഹുവിനോട് കൂടെ വേറെയും ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അള്ളാഹു നിങ്ങളുടെ ദുആകൾക്ക് ഉത്തരം നൽകാൻ അശക്തനാണെന്നാണോ നിങ്ങളുടെ ധാരണ? അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകില്ല എന്നാണോ നിങ്ങളുടെ ധാരണ? നിങ്ങൾക്ക് സഹായകമേകാൻ, നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നിങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യാൻ, നിങ്ങളുടെ സന്താനങ്ങളിൽ ബറക്കത്ത് ചെയ്യാൻ ഇതിനൊന്നും അള്ളാഹ്ക്ക് കഴിയുകയില്ല എന്നാണോ നിങ്ങളുടെ ധാരണ? വമാ വനൻതും ബിഅസ്മാഇഹി വസിഫാതിഹി വറുബൂബിയ്യതിഹി മിനൻ നഖ്സി ഹത്താ അഹ്വജകും ദാലിക ഇലാ ഉബൂദിയ്യതി ഗൈരി, ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യാൻ ആവശ്യക്കാരാകാൻ എന്താണ് കാരണം? നിങ്ങൾ അള്ളാഹുവിന്റെ അസ്മാകളിൽ, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കാണുന്നുണ്ടോ? അള്ളാഹുവല്ലേ സകലതും സൃഷ്ടിച്ചവൻ, അള്ളാഹുവല്ലേ സകലതിന്റെയും ഉടമസ്ഥൻ, അള്ളാഹുവല്ലേ സകലതിനെയും നിയന്ത്രിക്കുന്നവൻ,
അവനല്ലേ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ, നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ അവനല്ലേ, നിങ്ങളെ മരിപ്പിക്കുന്നവനും അവൻ തന്നെയല്ലേ. പിന്നെ എന്ത് കുറവ് കണ്ടിട്ടാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെ അവന്റെ സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഫലൗ ظننتم به ما هو أهله من أنه بكل شيء عليم. എന്താണ് നിങ്ങളുടെ വിചാരം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാം അറിയുന്നവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് നിങ്ങളുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വ അന്നഹു ഗനിയ്യുൻ അൻ കുല്ലി മാ സിവാ, അവനല്ലാത്ത സകലതിനെ തൊട്ടും ഗനിയാണവൻ, നിരാശ്രയനാണവൻ, ധന്യനായവനാണവൻ. വ കുല്ലു മാ സിവാഹു ഫഖീറുൻ ഇലൈഹി, അവനല്ലാത്ത സകലകളും സകല സൃഷ്ടികളും, മലക്കുകളാകട്ടെ അമ്പിയാക്കന്മാരാകട്ടെ മറ്റ് ഏത് സൃഷ്ടികളാകട്ടെ, അവർ മുഴുവൻ അള്ളാഹുവിൽ ആശ്രയിക്കുന്നവരാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് അവർ മുഴുവൻ. വഅന്നഹു ഖായിമുൻ ബിൽ ഖിസ്തി അലാ ഖൽഖി, അള്ളാഹു അവന്റെ സൃഷ്ടികളുടെ ഇടയിൽ നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. വഅന്നഹുൽ മുൻഫരിദു ബിതദ്ബീരി ഖൽഖിഹി ലാ യുശ്രികുഹു ഫീഹി ഗൈറു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ ഇടയിൽ തദ്ബീർ ചെയ്യുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അവൻ മാത്രമാണ്. അതിൽ വേറൊരാളും അള്ളാഹുവിനോട് കൂടെ പങ്കാളിയായിട്ടില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. വൽ ആലിമു ബിതഫാസീലിൽ ഉമൂർ, ഏത് കാര്യത്തിന്റെയും വിശദാംശങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. ഫലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തുൻ മിൻ ഖൽഖി, അവന്റെ സൃഷ്ടികളിൽ ഒന്നും തന്നെ അവന് ഗോപ്യമല്ല, അവന് അജ്ഞാതമല്ല, സകലതിനെ സംബന്ധിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അവൻ. വൽ കാഫി ലഹും വഹദ, അവർക്ക് മുഴുവനും മതിയായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫലാ യഹ്താജു ഇലാ മുഈനിൻ, അല്ലാഹു ഒരു സഹായിയിലേക്ക് ആവശ്യമില്ലാത്തവനാണ്. വർ-റഹ്മാനു ബിദാതിഹി, അവൻ സ്വയം റഹ്മാനാണ്, അവൻ റഹ്മത്ത് ചൊരിയാൻ കഴിവുള്ളവനാണ്. ഫലാ യഹ്താജു ഫീ റഹ്മതിഹി ഇലാ മൻ യസ്തഅതിഫുഹു, അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരാൾക്ക് ലഭിക്കാൻ അള്ളാഹുവിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ദാ ഇന്നയാള് നിന്റെ റഹ്മത്തിന് ആവശ്യമുള്ളവനാണ്, അതുകൊണ്ട് നീ അവന് റഹ്മത്ത് ചെയ്യണം എന്ന് ഒരാൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് റഹ്മത്ത് കൊടുക്കാൻ അങ്ങനെ ഒരു മുസ്തഅതിഫിന്റെ ആവശ്യം അള്ളാഹുവിനില്ല. അങ്ങനെ റഹ്മത്ത് ചൊരിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള അള്ളാഹുവിനെ കുറിച്ച് എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? എന്ത് മോശപ്പെട്ട ധാരണയാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റ് സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? വളരെ മോശപ്പെട്ട ധാരണയാണ്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ മോശപ്പെട്ട ധാരണയാണ്. എന്നിട്ട് പറയുകയാണ്, വഹാദാ ബിഖിലാഫിൽ മുലൂകി വഗൈരിഹിം മിനർ റുഅസാ, ഇത് അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും രാജാക്കന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർ, അമ്പിയാക്കന്മാരാകട്ടെ അല്ലെങ്കിൽ ഭരണാധികാരികളാകട്ടെ മലക്കുകളാകട്ടെ, ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അള്ളാഹുവിനുള്ള ഗുണങ്ങളാണിത്. അള്ളാഹു അവൻ ഏകനായി ചെയ്യുന്നതാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം. എന്നാൽ വേറൊരാൾക്കും ഇതിന് സാധ്യമല്ല, ഒരു രാജാവിനും ഒരു ഭരണാധികാരിക്കും ഇതിന് സാധ്യമല്ല. فإنهم محتاجون إلى من يعلفهم أحوال الرعية وحوائجهم, ഒരു രാജാവ് അവന്റെ കീഴിലുള്ള ഭരണീയരായ ആളുകളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് അറിയണമെങ്കിൽ, അവരുടെ അവസ്ഥകൾ അറിയണമെങ്കിൽ ആ രാജാവിന് ഒരാൾ എത്തിച്ചു കൊടുക്കണം. ദാ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു കൊടുക്കാൻ ആവശ്യക്കാർ വേണം രാജാക്കന്മാർക്ക്. അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ ഈ രാജാവിന് ആരാവശ്യമാണ്? സഹായികളെ ആവശ്യമാണ്. ഈ രാജാവിന് ചില ശുപാർശകരെ വേണം ഇടയിൽ, അവരുടെ ഭരണീയരുടെ ഇടയിൽ ചില ശുപാർശകർ ആവശ്യമാണ്. ഇന്ന ആളുകൾക്ക് റഹ്മത്ത് ആവശ്യമുണ്ട്, അവർക്ക് ചില ആവശ്യങ്ങളുണ്ട്, അവരോട് ചില കാരുണ്യം കാണിക്കേണ്ടതുണ്ട്, അവരോട് മയത്തിൽ പെരുമാറേണ്ടതുണ്ട് എന്ന് പറയാൻ ഇടയിൽ ഒരു ശുഫാഇനെ രാജാക്കന്മാർക്ക് ആവശ്യമാണ്. എന്നാൽ അതേപോലെ ഫഹ്താജു ഇലൽ വസാഇതി ദറൂറ, നിർബന്ധമായിട്ടും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഇടയിൽ ഇടയാളന്മാർ ആവശ്യമാണ്. ലിഹാജതിഹിം വഅജ്സിഹിം വദഅഫിഹിം വഖുസൂരി ഇൽമിഹിം. എന്തിനാണ് ഇടയാളന്മാർ? രാജാക്കന്മാർ ദുർബലരാണ് എന്നുള്ള കാരണത്താൽ, അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്നുള്ള കാരണത്താൽ അവർ ദുർബലരാണ്, അവരുടെ ഇൽമ് അവരുടെ അറിവ് പരിമിതമാണ് എന്നുള്ള കാരണത്താൽ
ഇങ്ങനെയുള്ള രാജാക്കന്മാരോട് നിങ്ങൾ അള്ളാഹുവിനെ സദൃശ്യപ്പെടുത്തുകയാണോ? അള്ളാഹു ഈ രീതിയിൽ ന്യൂനത നിറഞ്ഞവനാണ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. സൃഷ്ടികളുടെ ഹാജത്തുകൾ പൂർത്തീകരിക്കാൻ അമ്പിയാക്കന്മാരെ ഇടയാളന്മാരായി സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണോ നിങ്ങൾ ധരിക്കുന്നത് എന്നാണ് ഇമാം അവറുകൾ ചോദിക്കുന്നത്. എന്നാൽ സകലതിനും കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഗനിയ്യു അൻ കുല്ലി ഷൈ, എല്ലാത്തിനെ തൊട്ടും ധന്യനായ അല്ലാഹു, അർ-റഹ്മാനുർ റഹീം, റഹ്മാനും റഹീമുമായവൻ, അല്ലദീ വസിഅത് റഹ്മതുഹു കുല്ല ഷൈ, അവന്റെ റഹ്മത്ത് സകല കാര്യങ്ങളിലും വിശാലമായിരിക്കുന്നതാണ്. ഫഇദ്ഖാലുൽ വസാഇതി ബൈനഹു വ ബൈന ഖൽഖിഹി, അങ്ങനെയുള്ള അല്ലാഹുവിന്റെയും അവന്റെ സൃഷ്ടികളുടെയും ഇടയിൽ ഇടയാളന്മാരെ വെക്കുക എന്നുള്ളത് നഖ്സുൻ ബിഹഖ് റുബൂബിയ്യതിഹി വ ഇലാഹിയ്യതിഹി വ തൗഹീദി, ഇത് അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ, അവന്റെ ഉലൂഹിയ്യത്തിൽ, അവന്റെ തൗഹീദിൽ നഖ്സ് ആരോപിക്കലാണ്, ന്യൂനത ആരോപിക്കലാണ്, അള്ളാഹുവിന് കുറവുണ്ട് എന്ന് പറയലാണ് യഥാർത്ഥത്തിൽ അത് മുഖേന അവർ ചെയ്യുന്നത്. വദന്നുൻ ബിഹി ദന്ന സൗ, ഇത് മുഖേന അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ട തെറ്റായ ധാരണ വച്ചു പുലർത്തലാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. വഹാദാ യസ്തഹീലു അൻ യശ്റഅഹു ലിഇബാദി, ഇതൊരിക്കലും സാധ്യമല്ല. ഇങ്ങനെ ഒരു ശരീഅത്ത്, ഇങ്ങനെ ഒരു നിയമം അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുകയില്ല. അള്ളാഹു സകലതിനും കഴിവുള്ള, സകലതും അറിയുന്ന, റഹ്മത്ത് ചൊരിയുന്ന അള്ളാഹു, അവന്റെ റഹ്മത്ത് കിട്ടാൻ ഇടയിൽ ഒരു ഇടയാളൻ ആവശ്യമുണ്ട് എന്നുള്ള നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല വെക്കുകയില്ല. വയംതനിഉ ഫിൽ ഉഖൂലി വൽ ഫിത്രി ജവാസുഹു, ഇത് അനുവദനീയമാണ് എന്നുള്ളത് ബുദ്ധി അംഗീകരിക്കുകയില്ല. മനുഷ്യരുടെ പ്രകൃതം അതിന് വിരുദ്ധമാണ്. വഖുബുഹു മുസ്തഖിറുൻ ഫിൽ ഉഖൂലി അസ്സലീമതി ഫൗക കുല്ലി ഖബീഹിൻ, അത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ബുദ്ധിയുള്ള, സലീമായ, സുരക്ഷിതമായ ബുദ്ധിയുള്ള ഏത് മനുഷ്യന്റെയും അടുക്കൽ ബോധ്യപ്പെട്ട കാര്യമാണ്. ഏറ്റവും വലിയ ഖബീഹാണ്, മോശപ്പെട്ട കാര്യമാണ് ഇങ്ങനെ അള്ളാഹു ഒരു ഇടയാളനെ സ്വീകരിക്കുക എന്നുള്ളത്. യുവദ്ദിഹു ഹാദാ, ഇത് ഈ പറയുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് മോശം ധാരണ വെച്ച് പുലർത്തലാണ്, ഏറ്റവും നീചമായ ഗൗരവമുള്ള അള്ളാഹുവിന്റെ അടുക്കലുള്ള പാപം എന്നുള്ള ഈ കാര്യത്തെ വെളിപ്പെടുത്തുന്ന, വിശദീകരിക്കുന്നതാണ്. അന്നൽ ആബിദ മുഅദ്ദിമുൻ ലിമഅബൂദി, ഒരു ആബിദ്, ഒരു ഇബാദത്ത് ചെയ്യുന്നവൻ അവന്റെ ആരാധ്യനെ ബഹുമാനിക്കുന്നവനായിരിക്കും. ഒരു അടിമ അവന്റെ ആരാധ്യനെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ബഹുമാനിക്കുന്നവനാകും. മുതഅല്ലിഹുൻ ഖാദിഉൻ ദലീലുൻ ലഹു, അവന്റെ മുന്നിൽ വിനയാന്വിതനായിരിക്കും, അവന്റെ മുന്നിൽ പേടിയോടെ അവന് മാത്രം ഉലൂഹിയത്ത് സമർപ്പിച്ചുകൊണ്ട് പരിഭ്രമത്തോടെ വിനയാന്വിതനായിക്കൊണ്ട് നിസ്സാരനായിക്കൊണ്ട് നിൽക്കുന്നവനായിരിക്കും ഒരു ആബിദ്. വറബ്ബു തആല വഹ്ദഹു ഹുവല്ലദീ യസ്തഹിഖു കമാല തഅദീമി വൽ ജലാലി വത്തഅല്ലുഹി വൽ ഖുദൂഇ വദ്ദിൽ, ഇങ്ങനെയുള്ള നിസ്സാരതയും വിനയം പ്രകടിപ്പിക്കലും പേടിയും പരിഭ്രമവും ബഹുമാനവും അതിന്റെ കമാലുമെല്ലാം അർഹതപ്പെട്ടവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വഹാദാ ഖാലിസു ഹഖ്ഖി, ഇതെല്ലാം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. അവനെ മാത്രമേ ആ രീതിയിൽ ബഹുമാനിക്കപ്പെടാൻ പാടുള്ളൂ. അവന്റെ മുന്നിൽ മാത്രമേ ആ രീതിയിൽ പേടിയും താഴ്മയും വിനയവും പ്രകടിപ്പിക്കാൻ പാടുള്ളൂ. ഫമിൻ അഖ്ബഹിൽ ദുൽമി അൻ യുഅ്തിയ ഹഖ്ഖഹു ലിഗൈരി, അക്രമത്തിൽ ഏറ്റവും മോശപ്പെട്ട അക്രമം ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ അവകാശത്തെ വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട രീതിയിൽ, അവന്റെ മുന്നിൽ താഴ്മയും വിനയവും കാണിക്കുന്ന രീതിയിൽ വേറെ ഒരാളെ ബഹുമാനിച്ചാൽ, അവന്റെ മുന്നിൽ ഈ രീതിയിൽ താഴ്മയും വിനയവും ഇബാദാത്തുകളും അർപ്പിച്ചാൽ അത് ഏറ്റവും മോശപ്പെട്ടിരിക്കുന്നതായ അക്രമമാണ്. ഔ യുശ്രിക ബൈനഹു വ ബൈനഹു ഫീ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെയും അവന്റെ ഏതെങ്കിലും സൃഷ്ടികളുടെയും ഇടയിൽ ഈ ബഹുമാനത്തിന് ഒരു പങ്കാളിത്തം കൽപ്പിച്ചാൽ, അള്ളാഹുവിനെയും ബഹുമാനിക്കണം, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഷേഖിനെയും ഇങ്ങനെ ബഹുമാനിക്കണം, ഇവർ രണ്ടുപേരും ഇതിന് അവകാശികളാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ, വലാ സിയ്യമാ ഇദാ കാന അല്ലദീ ജുഇല ശരീകഹു ഫീ ഹഖ്ഖിഹി
ഹുവ അബ്ദുഹു വമംലൂകു. പ്രത്യേകിച്ചും ഇങ്ങനെ പങ്കു ചേർക്കപ്പെടുന്നതായ ആളുകൾ അള്ളാഹുവിന്റെ അടിമകളായിരിക്കെ, അവന്റെ സൃഷ്ടികളായിരിക്കെ, കമാ ഖാല തആല, അല്ലാഹു തആല പറയുന്നത്. അതായത് ഇങ്ങനെ ആളുകൾ അള്ളാഹുവിലേക്ക് സാദൃശ്യം ഉണ്ടാക്കുന്ന, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അവർ കൊടുക്കുന്ന അവരുടെ ആരാധ്യർ ആരാണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിമകളാണ്. അതായത് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശത്തെ അവർ കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട്? ആർക്കാണ് കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ അടിമക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു രീതിയിലും അള്ളാഹുവിനോട് തുല്യമല്ലാത്ത അള്ളാഹുവിന്റെ അടിമകൾക്ക്, അബ്ദുകൾക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അക്ബഹായ, മോശപ്പെട്ട അക്രമമാണ്. കാരണം എന്താണ്? വളരെ സുന്ദരമായ, അജീബായ, അത്ഭുതകരമായ ഒരു ഉപമ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം. അള്ളാഹു പറയുന്നു, ضرب لكم مثلا, മുശ്രിക്കീങ്ങളോടാണ് പറയുന്നത്. അള്ളാഹുവിന് പുറമെ മറ്റ് ആരാധ്യരെ സ്വീകരിച്ചിരിക്കുന്ന മുശ്രിക്കീങ്ങളോട് അള്ളാഹു പറയുകയാണ്, ضرب لكم مثلا من انفسكم, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് തന്നെ ഒരു ഉപമ ഇതാ ഉപമിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഉപമ? അള്ളാഹു ചോദിക്കുന്നു, ഹൽ ലക്കും മിമ്മാ മലകത് അയ്മാനുകും മിൻ ശുറകാഅ ഫീമാ റസഖ്നാകും, നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയിരിക്കുന്നതായ നിങ്ങളുടെ അടിമകൾ, നിങ്ങളുടെ അടിമകളിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ റിസ്ഖിന്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ധാരാളം ധനം, സമ്പത്ത് നൽകിയിട്ടുണ്ട്. ഈ സമ്പാദ്യത്തിൽ നിങ്ങളുടെ അടിമകൾ നിങ്ങൾക്ക് പങ്കാളികളായിട്ടുണ്ടോ? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന സമ്പാദ്യത്തിൽ, ഈ സമ്പാദ്യത്തിൽ മനുഷ്യർ അവരുടെ അടിമകളെ പങ്കാളികളാക്കുമോ? അങ്ങനെ പങ്കാളികളാക്കുമോ നിങ്ങൾ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഫഅൻതും ഫീഹി സവാ, അങ്ങനെ നിങ്ങളും നിങ്ങളുടെ അടിമകളും ഈ ധനത്തിന്റെ കാര്യത്തിൽ സമന്മാരാകാൻ അതിന് നിങ്ങൾ സന്നദ്ധരാണോ? അങ്ങനെ ഏതെങ്കിലും പങ്കാളികൾ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ അടിമകളിൽ നിന്ന്? തഖാഫൂനഹും കഖീഫതികും അൻഫുസകും, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ സ്വതന്ത്രരായ ആളുകൾ പരസ്പരം അവരുടെ കൂട്ട് സമ്പത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കും. അവൻ എന്റെ സമ്പത്ത് പൂർണ്ണമായിട്ട് അടിച്ചുകൊണ്ടുപോകുമോ എന്നുള്ള രീതിയിൽ ഭയക്കും. ആ രീതിയിൽ നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അടിമകൾ അതിന് അവകാശപ്പെടുത്തുമെന്ന് പേടി നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും തങ്ങളുടെ അടിമകൾക്ക് തങ്ങളുടെ സമ്പത്തിൽ ഒരവകാശവും ആര് വകവെച്ചു കൊടുക്കുകയില്ല, മനുഷ്യർ വകവെച്ചു കൊടുക്കുക. അങ്ങനെ ഒരു പേടിയും ആർക്കുണ്ടാവുകയില്ല, മുശ്രിക്കീങ്ങൾക്കില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതായത് തങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ സമ്പത്തിൽ തങ്ങളുടെ അടിമകൾക്ക് ഒരവകാശവുമില്ല എന്നാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ അവർക്കൊരു പേടിയുമില്ല. അപ്പോൾ പിന്നെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിരിക്കുന്നതായ അവന്റെ ഖുസൂസിയത്ത് എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകൾക്ക് വകവെച്ചു കൊടുക്കുക? നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടെ അടിമകൾക്ക് വകവെച്ചു കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരല്ല. അതിന് നിങ്ങൾ വളരെ മോശപ്പെട്ട കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന അധികാരങ്ങളെ, അവന്റെ സിഫാത്തുകളെ, അവന്റെ അസ്മാകളെ, അവന്റെ ഉലൂഹിയത്തിനെ, അവന്റെ റുബൂബിയത്തിനെ അവന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാൻ, അവന്റെ അടിമകൾക്ക് വകവെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അത്ഭുതകരമായ കാര്യമാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതായത് ഇദാ കാന അഹദുകും യഅനഫു അൻ യകൂന മംലൂകുഹു ശരീകഹു ഫീ റിസ്ഖി, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സമ്പത്തിൽ അവന്റെ അടിമ പങ്കാളിയാകുന്നതിനെ വെറുക്കുന്നു. അതൊരിക്കലും സാധ്യമായ കാര്യമല്ല. فكيف تجعلون لي من عبيدي شركاء فيما انا به منفرد, പിന്നെ എങ്ങനെയാണ് എനിക്ക് മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന, എന്റെ ഉടമസ്ഥതയിൽ മാത്രമുള്ള, ഞാൻ മാത്രം അവകാശപ്പെടുത്തുന്ന കാര്യങ്ങളിൽ എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് പങ്കാളികളാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? വഹുവൽ ഇലാഹിയ്യത്തുല്ലത്തി ലാ തംബഗി ലിഗൈരി, അത് എനിക്ക് മാത്രം അവകാശപ്പെട്ട ഇലാഹിയത്താണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ട ആരാധനക്കുള്ള അവകാശമാണത്. അതെങ്ങനെയാണ് നിങ്ങൾ എന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുക, എന്റെ അടിമകൾക്ക് കൊടുക്കുക? വലാ തസ്ഹു ലിസിവായ, ഉലൂഹിയത്ത് എനിക്കല്ലാതെ മറ്റാർക്കും തന്നെ ശരിയാവുകയില്ല. ഫമൻ സഅമ ദാലിക, അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചകൾ അർപ്പിക്കാം, അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ അവരുടെ തവക്കുൽ ചെയ്യാം, അവരുടെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാം.
എന്നെങ്കിലും ആരെങ്കിലും വാദിച്ചാൽ ഫമാ ഖദറനി ഹഖ്ഖ ഖദ്രി, അവൻ യഥാർത്ഥത്തിൽ എന്നെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കാത്തവനാണ്. വലാ അഅ്ദമനി ഹഖ്ഖ തഅദീമി, എനിക്ക് നൽകേണ്ട ബഹുമാനം എങ്ങനെയാണോ അതിനനുസരിച്ച് എന്നെ ബഹുമാനിക്കാത്തവനാണ്. വലാ അഫ്റദനി ബിമാ അന മുഫ്രിദും ബിഹി വഹദി ദൂന ഖൽഖി, അവൻ എന്നെ ഏകനാക്കാത്തവനാണ്. ഞാൻ ഏകനായ ഒരു കാര്യത്തിൽ എന്നെ അവൻ എന്ത് ചെയ്യുന്നില്ല, ഏകനാക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ ദിവസം. പലപ്പോഴും ആളുകൾ ഇങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് അത് അള്ളാഹുവിനോടുള്ള ബഹുമാനം നിമിത്തമാണെന്നാണ് അവർ വാദിക്കുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യാൻ ഞങ്ങൾ അർഹരല്ല, ഞങ്ങൾ പാപികളാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അവന്റെ സൃഷ്ടികളെ ഇടയിൽ നിർത്തിയിട്ട് അവരോട് ദുആ ചെയ്യുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അവർ വാദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിന് നേരെ വിപരീതമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതി അവർ കണക്കാക്കുന്നില്ല, അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് ശൈഖ് അവറുകൾ വിശദീകരിക്കുകയാണ്. ഫമാ ഖദറല്ലാഹ ഹഖ്ഖ ഖദ്രി മൻ അബദഹു മഅഹു ഗൈറ, ആരെങ്കിലും അള്ളാഹുവിനോട് കൂടെ അവനല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ അവൻ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ദുരിബ മസലുൻ, ഇതാ ഒരു ഉപമിക്കപ്പെട്ടിരിക്കുകയാണ്. ഫസ്തമിഊ ലഹ്, ആ ഉപമയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ചെവി കൊടുക്കുക, കേൾവി കൊടുക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതായ നിങ്ങളുടെ ആരാധ്യർ, ലൻ യഖ്ലുഖൂ ദുബാബൻ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. വലവിജ്തമഊ ലഹ്, ആ ആരാധ്യർ മുഴുവനും ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല. വഇൻ യസ്ലുബുഹുമുദ് ദുബാബു ശൈഅ, ഈച്ചയെങ്ങാനും ഏതെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് എന്ത് ചെയ്താല്, എടുത്തുമാറ്റിയാൽ, അടിച്ചുമാറ്റിയാൽ, ലാ യസ്തൻഖിദൂഹു മിൻ, അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പോലും നിങ്ങളുടെ ആരാധ്യർക്ക് സാധ്യമല്ല. ളഉഫ ത്വാലിബു വൽ മത്ലൂബ്, തേടിയവനും തേടപ്പെട്ടവനും ദുർബലനായിരിക്കുന്നു. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല, വിലവെക്കേണ്ട പ്രകാരം വിലവച്ചില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയാണ്, ശക്തനാണ്, അവൻ പ്രതാപവാനാണ്. ഫമാ ഖദറല്ലാഹ ഹഖ്ഖ ഖദ്രി മൻ അബദ മഅഹു ഗൈറ, അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തവൻ അള്ളാഹുവിന് വിലവെക്കാത്തവനാണ്, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവനാണ്. മിമ്മൻ ലാ യഖ്ദിറു അലാ ഖൽഖി അദ്അഫ ഹയവാൻ വഅസ്ഗരി, എങ്ങനെയുള്ള ആളുകളെയാണ് അവർ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നത്? സൃഷ്ടികളിൽ ഏറ്റവും ദുർബലരായ, ഏറ്റവും ഒരു ചെറിയ സൃഷ്ടിയെ പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് ഇവരുടെ ആരാധ്യർ. വഇൻ സലബഹുമുദ് ദുബാബു ശൈഅൻ മിമ്മ അലൈഹി ലം യഖ്ദിർ അലാ ഇസ്തിൻഖാദിഹി മിൻ, ഒരു ഈച്ച വന്നിട്ട് അവരുടെ ആരാധ്യർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഭക്ഷണത്തെ കട്ടുകൊണ്ടുപോയാൽ അതിനെ രക്ഷപ്പെടുത്താൻ പോലും സാധിക്കാത്തവരാണ് ഇവരുടെ ആരാധ്യർ. അതുകൊണ്ട് അവർ അള്ളാഹുവിന് വിലവെക്കേണ്ട രീതിയിൽ വിലവെച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.